ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ കോമ്പണൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പണൻസ് അവൈലബിൾ ആയിരിക്കും. ഈ ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സിസ്റ്റത്തിനകത്തോട്ട് ഇൻപുട്ട് കൊടുക്കാനും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നതിനും ആവശ്യമെങ്കിൽ ആവശ്യമുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം റിക്വയർഡ് ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരുന്നതും. സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് ബേസിക് ആയിട്ട് ഒരു സർട്ടൻ സെറ്റ് ഓഫ് കോമ്പണൻസ് ആവശ്യമായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ വരുന്നത് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനകത്തോട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡേറ്റ കമ്പ്യൂട്ടറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസസിനെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീബോർഡ്, മൗസ്, സ്കാനർ, ഇതൊക്കെ തന്നെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് യൂണിറ്റ്സിനകത്ത് വരുന്ന ഡിവൈസസ് ആണ് ഇതൊക്കെ എന്ന് നമുക്ക് പറയാം. ദെൻ വി ഹാവ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ബേസിക്കലി എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ CPU ആയിരിക്കും. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രോസസ്സിങ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നത് ഇവിടെ ആയിരിക്കും. ഈ CPU എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിനകത്ത് കൺട്രോൾ യൂണിറ്റ് കാണും, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കാണും, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് കാണും. ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ആ രജിസ്റ്റേഴ്സിൻ്റെ പേര് നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല, രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ വി ഹാവ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി. മെമ്മറി നമുക്ക് പ്രൈമറി മെമ്മറി അവൈലബിൾ ആണ്, സെക്കൻഡറി മെമ്മറി അവൈലബിൾ ആയിരിക്കും. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ് റാം, റോം, അതൊക്കെ റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതുപോലെ ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് ലൈക്ക് ഒപ്റ്റിക്കൽ ഡിവൈസസിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ CD, DVD അതൊക്കെ അതിനകത്ത് വിടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ മെമ്മറി യൂണിറ്റിനകത്തായിരിക്കും. അത് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. CPU-നകത്ത് വരുന്ന ഒരു മെമ്മറി എലമെന്റ് ആണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ ഈ പറയുന്ന പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രജിസ്റ്റേഴ്സ് മെമ്മറി എലമെന്റ് ആണെങ്കിൽ കൂടിയും വളരെ കുറച്ച് ഡേറ്റ മാത്രമേ അതിന് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും ടെമ്പററിലി നമ്മൾ ഡേറ്റ CPU-നകത്ത് വരുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും മറ്റും വരുന്ന ഡേറ്റയാണ് രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ഡേറ്റയാണ് യൂഷ്വലി നമ്മൾ രജിസ്റ്റേഴ്സിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ മെമ്മറി യൂണിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിവൈസ്, മെമ്മറി യൂണിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ്. റിസൾട്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. മോണിറ്റർ, പ്രിന്റർ ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇതെല്ലാം ഔട്ട്പുട്ട് യൂണിറ്റിനകത്ത് നമുക്ക് പെടുത്താം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബസ് സിസ്റ്റം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ യൂണിറ്റ്സും ലൈക്ക് ഇൻപുട്ട് യൂണിറ്റ്, CPU, MU, ഔട്ട്പുട്ട് യൂണിറ്റ്, ഇതൊക്കെ തന്നെയും പരസ്പരം ഡേറ്റ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പിന്നെ ഡേറ്റ അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ്, അതും അല്ലെങ്കിൽ അഡ്രസ്സ്, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ കണക്ഷനാണ് സിസ്റ്റം ബസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ് ഉണ്ടായിരിക്കും. ഡേറ്റാ ബസ് കാണും, കൺട്രോൾ ബസ് കാണും, അതുപോലെ തന്നെ അഡ്രസ് ബസ് കാണും. ഡേറ്റാ ബസ് എന്ന് പറയുമ്പോൾ ബൈ ഡയറക്ഷണൽ ആണ്, കൺട്രോൾ ബസ്സും ബൈ ഡയറക്ഷണൽ ആണ്, ബട്ട് അഡ്രസ് ബസ് ഇസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാ ബസ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ബസ് എന്ന് പറയുമ്പോൾ കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസ്, അതായത് അഡ്രസ്സസ്, മെമ്മറി അഡ്രസ്സസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് സീ ദ ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ.
നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു ഇൻപുട്ട് യൂണിറ്റ് കാണും. ഇതാണ് സിസ്റ്റത്തിനകത്തോട്ട് ഡേറ്റ ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ആവശ്യമെങ്കിൽ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി യൂണിറ്റ് കാണും. ഈ മെമ്മറി യൂണിറ്റിലായിരിക്കും ഇൻസ്ട്രക്ഷനും ഡേറ്റയും എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ വി ഹാവ് കൺട്രോൾ യൂണിറ്റ് ഓർ CU. ഈ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ എല്ലാ ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെയും ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക, അതായത് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യുന്നത് ALU-നകത്തായിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് ഡെലിവർ ചെയ്യുന്ന, ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയായിരിക്കും. നമുക്കറിയാം CPU എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CPU ആണ്. CPU-വിനകത്ത് കൺട്രോൾ യൂണിറ്റ് കാണും, ALU കാണും, രജിസ്റ്റേഴ്സ് കാണും. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് CPU-വിനകത്തുള്ള സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ആണ്. പിന്നെ അഡ്രസ്സ്, മെമ്മറി അഡ്രസ്സ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അഡ്രസ് ബസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി യൂണിഡയറക്ഷണൽ. ദെൻ ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ് ഉണ്ട്. ഡേറ്റാ ബസ് എന്ന് പറയുന്നത് ഡേറ്റ ക്യാരി ചെയ്യുന്നതിനും കൺട്രോൾ ബസ് കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യുന്നതിനുമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ബൈ ഡയറക്ഷണൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഈ ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ കേരള PSC-യിൽ അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ അഡ്രസ് ബസ് ഈസ് ഡാഷ്, യൂണിഡയറക്ഷണൽ, ബൈ ഡയറക്ഷണൽ, മൾട്ടി ഡയറക്ഷണൽ, നൺ ഓഫ് ദീസ്. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണിഡയറക്ഷണൽ ആണ്, വിച്ച് ഇസ് ഓപ്ഷൻ A. ഡേറ്റാ ബസും കൺട്രോൾ ബസും ബൈ ഡയറക്ഷണൽ ആണ് അല്ലേ? So the right answer is option A only. Now let's move to the next question. Which component stores the result of arithmetic or logic operations in microprocessors like 8086? 8086 മൈക്രോപ്രൊസസ്സറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ 8086-നെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. 8086 പോലെയുള്ള മൈക്രോ പ്രോസസ്സേഴ്സിൽ അർത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യുന്നത് ഏത് കോമ്പണൻറ്റിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അർത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ആണ് അക്യുമുലേറ്റർ, വിച്ച് ഇസ് ഗിവൺ ആസ് ഓപ്ഷൻ C. ഓക്കെ, വേറെയും കുറച്ച് രജിസ്റ്റേഴ്സിന്റെ നെയിംസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ വീഡിയോസിലും അതുപോലെ തന്നെ 8086-ന്റെ വീഡിയോസിലും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച് ദോസ് ഫോർ മോർ ഡീറ്റെയിൽസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഫെച്ചസ് ആൻഡ് ഡീകോഡ്സ് ഇൻസ്ട്രക്ഷൻസ്? കമ്പ്യൂട്ടറിന്റെ ഏത് ഭാഗമാണ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതും ഡീകോഡ് ചെയ്യുന്നതും? അതായത് എല്ലാ ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറക്ഷൻ അല്ലെങ്കിൽ കോർഡിനേഷനിൽ ഉൾപ്പെടുന്ന ആക്ടിവിറ്റിയാണ് ഫെച്ചസ് ആൻഡ് ഡീകോഡ്സ് ഓഫ് ഡീകോഡിങ്, ഫെച്ചിങ് ആൻഡ് ഡീകോഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ കൺട്രോൾ യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു പെർഫോം ദിസ് ഓപ്പറേഷൻ. ഇത് ഫെച്ച് ചെയ്യുന്നതും ഡീകോഡ് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റിന്റെ ഡ്യൂട്ടിയാണ്. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഓപ്ഷൻ C. ALU നമുക്കറിയാം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെമ്മറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യുന്നതിന്, ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, കൺട്രോൾ യൂണിറ്റ്. Now let's move to the next question. What is the function of the control unit? അത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞേ ഉള്ളൂ. ഓപ്പറേഷൻസ് എല്ലാം CPU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അത് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്താ? പെർഫോംസ് അർത്തമെറ്റിക് ഓപ്പറേഷൻസ്, അത് ALU അല്ലേ ചെയ്യുന്നത്. സ്റ്റോർസ് ഡേറ്റ, മെമ്മറി യൂണിറ്റ് ആണ് അത് ചെയ്യുന്നത്. ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഓഫ് CPU-ന്റെ ഓപ്പറേഷൻസ് ഡയറക്റ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. എക്സാക്ട്ലി, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. വാട്ട് ഈസ് ഗിവൺ ആസ് ഓപ്ഷൻ D, ഡിസ്പ്ലേസ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്.
I hope this is clear for you. Simple ആയിട്ടുള്ള portions ആണ്. Now let's move to the final question from this area. Which one of the following is not a component of CPU? CPU ന്റെ component അല്ലാത്തത് ഏത്? CPU എന്ന് പറയുമ്പോൾ അതിനകത്ത് CU കാണും, ALU കാണും, അതുപോലെ തന്നെ registers കാണും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CU ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, ALU ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. Then memory unit is given as option C, which is not a part of CPU. Not a component of CPU. Registers are small memory elements only, but specifically registers are CPU ന്റെ ഭാഗം എന്ന് പറയുന്നത്. So memory unit cannot be considered as a component of CPU. So that's a right answer, which is given as option C. I hope this is clear for you. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.